ഗൈസ്, വെൽക്കം ബാക്ക്. നമസ്കാരം. ഒന്നും പറയാനില്ല, അടിപൊളി കളി. പേഴ്സണലി എനിക്ക് ഭയങ്കര 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 ഇഷ്ടപ്പെട്ടു. സൂപ്പർ കളി. ഇനി ചില ആൾ പറയും ഇത് ചെറിയ ടീമാണ്, അങ്ങനെയാണ്, മറ്റെങ്ങനെയാണ്, മറിച്ചെങ്ങനെയാണ്. പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല പോലെ കളിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ലിവർപൂളിൻ്റെയോ ആഴ്സണലിൻ്റെയോ ഏതോ ഒരു കളി കഴിഞ്ഞപ്പോൾ ബ്രൂണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയും കളിക്കാൻ പറ്റുന്നില്ല. അതാണ് എനിക്കും നമുക്ക് ഫാൻസിനും എല്ലാവർക്കും ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കളി എല്ലാ കളിയും കളിക്കാൻ പറ്റുന്നില്ല? അടിപൊളിയായിട്ട് കളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും തീയായിരുന്നു. എന്താ രസം, കളി കാണാൻ തന്നെ എന്താ രസം. ആ ഒരു പാസിങ്ങും ബോൾ മിസ്സായി പോയി കഴിഞ്ഞാൽ അത് വിന്ന് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും കാര്യങ്ങളും എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറയുന്നത് എല്ലാവരും. എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ മലേഷ്യ കുറച്ചൊരു വീക്കായിരുന്നു. 9-ാം മിനിറ്റിൽ തന്നെ മലേഷ്യ യെല്ലോ കാർഡ് വാങ്ങി. ഞാൻ വിചാരിച്ചു മിക്കവാറും ഫസ്റ്റ് ഹാഫിൽ തന്നെ റെഡ് വാങ്ങി പോകലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരനെ കയറ്റി. സെക്കൻഡ് ഹാഫിൽ വന്ന ആ 2 സബ് ഒന്നും പറയാനില്ല. ഗർണാച്ചോ വേറെ ലെവൽ കളിയായിരുന്നു ഇന്ന്. അടിപൊളി കളി. ആൻഡ് മൈനു ഡിസേർവ്സ് ദാറ്റ് ഗോൾ. ഇന്ന് മിഡ് ഒരു രക്ഷയില്ല. ഇന്ന് എറിക്സനൊക്കെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു അമോറിയോ പറഞ്ഞിട്ടാണ്, ഇനി ടി വി ഒന്നുമല്ല തല്ലി പൊളിക്കുക, എല്ലാത്തിൻ്റെയും തലമണ്ട അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും അതിനനുസരിച്ചിട്ട് നല്ലവണ്ണം ഓടി കളിച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ അധികം ഹൈപ്പും ഇതും കാര്യങ്ങളും ഒന്നും കൊടുക്കുകയല്ല. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, എന്നോട് എല്ലാവരും പറഞ്ഞു ഓരോ കളി കഴിഞ്ഞാലും നല്ല കളിയാണെങ്കിൽ വൻ ഹൈപ്പിലെത്തിച്ച് താഴത്തിടും. ഹൈപ്പൊന്നുമല്ല, നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറയാൻ നല്ല കളിയായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയും ഈ ഒരു മെൻറ്റാലിറ്റിയിലും തന്നെ പോകാൻ പറ്റട്ടെ, അതാണ് ആഗ്രഹം. അത് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തായാലും ഒഫീഷ്യലി നമ്മൾ പ്രീ ക്വാർട്ടറിലേക്ക് ഡയറക്റ്റ്ലി ക്വാളിഫൈ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഡ്രോ അല്ലെങ്കിൽ തോൽക്കുകയോ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പ്ലേ ഓഫ് കളിച്ചിട്ട് വേണം കയറാൻ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമ്മൾ പ്രീ ക്വാർട്ടറിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ബായിന്ദർ ഇന്നും അടിപൊളി നല്ല സേവുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ലിച്ച ഒന്നും പറയാനില്ല. ലിച്ച വേൾഡ് ക്ലാസ് പെർഫോമൻസ്. ആ ഒരു അർജൻറ്റീനൻ സെൻട്രൽ ബാക്ക്, വേൾഡ് കപ്പ് ചാമ്പ്യൻ, ആ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്ന് വരുന്ന കളി, ഓരോ മാച്ച് കഴിയും തോറും ലിച്ച മുകളിലോട്ട് കയറി പോവാണ്. അങ്ങനെ തന്നെ പോട്ടെ. ഇന്നും ഒരു ലോങ് റേഞ്ചും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു. പിന്നെ പാസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കുറേ ശ്രമിച്ചിരുന്നു. അതൊക്കെ ഓടാൻ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇന്ന് നടന്നില്ല. എല്ലാ കളിയും നടക്കണമെന്നില്ലല്ലോ, പുള്ളി ഡിഫൻഡറാണല്ലോ, നമുക്കറിയാമല്ലോ അത്. ബട്ട് ത്രൂ ഔട്ട് ഇന്നത്തെ കളി സൂപ്പറായിരുന്നു. നല്ല അടിപൊളി കളിയായിരുന്നു. പിന്നെ ബ്രൂണോൻ്റെ ആ ഒരു ഹിറ്റ്, അയ്യോ, അതിപ്പോഴും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ അയ്യോ സൂപ്പറാവുമായിരുന്നു. ബട്ട് അതേപോലെ നേരെ ഇപ്പുറത്തും ഒരു ഷൂട്ട് വന്നു. CSBൻ്റെ ഒരു അടിപൊളി ഷൂട്ട് അവരുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു റീബൗണ്ട് വന്ന ഹെഡ് പുറത്തേക്ക് പോയി. പക്ഷേ അത് കയറിയിട്ടുണ്ടെങ്കിലും എന്തായാലും ഓഫ് സൈഡ് വിളിക്കുമായിരുന്നു. കാരണം അത് കറക്റ്റ് ഓഫ് സൈഡ് ആയിരുന്നു അത്. ബട്ട് ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിൽ നല്ല കളി. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇവന്മാർ എന്ത് പ്രസ് ചെയ്തത്. ഞാൻ വിചാരിച്ചത് തീരുമാനമാവും. കാരണം പൊസഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ബോൾ മാക്സിമം എത്തിക്കാൻ പറ്റിയിട്ടില്ല. ഇവന്മാർ പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതി പ്രസ്സായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ത്രൂ ഔട്ട് കളി ഫുള്ള് കൊണ്ടുപോയി. ഇന്ന് മിഡ് ശരിക്കും ഭരിച്ചു. സബ്ബായിട്ട് വന്ന കസമീറോ നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. കസമീറോ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഗോള് കയറ്റിയെന്ന്. പിന്നെ അതുപോലെ ഡിലൈറ്റ് കുറേ കോർണേഴ്സ്, ഒരു 2-3 കോർണേഴ്സിൽ നല്ല ഹെഡേഴ്സ് ഇട്ട് ഉള്ളിലേക്ക് അടിച്ച് കയറ്റാനുള്ള ട്രൈ ചെയ്തിരുന്നു. പക്ഷേ കിട്ടിയില്ല, അത് കയറിയില്ല. ബട്ട് എന്തായാലും 2-0 അതാണ് സ്കോർ. ഞാനൊരു 2 ഗോൾ കൂടി അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കളിയാണ് കളിച്ചത്. പിന്നെ ഡയലോട്ട് പൾസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ദ ക്രെഡിറ്റ് ഗോസ് ടു മൈനോട് ആ ഒരു പ്ലേയും ആ ഒരു പ്ലേസ്മെൻറ്റും കറക്റ്റ് ടൈമിൽ വെച്ച് കൊടുത്തു. സൂപ്പറായിരുന്നു. ഇന്ന് എനിക്ക് പേഴ്സണലി നല്ല പോലെ ഇഷ്ടപ്പെട്ടു. അമാദ് ആയിക്കോട്ടെ, ആ സബ്ബായിട്ട് വന്നിട്ട് അമാദും നല്ലപോലെ കളിച്ചു. ഗർണാച്ചോ ആ ഒരു സെക്കൻഡ് ഹാഫിൽ വന്ന സബ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഹോയ്ലുണ്ട്. പാവത്തിന് എന്താണ് പറ്റിയത്, എന്താണ് സംഭവിക്കുന്നത് ഹോയ്ലുണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല.
ഇന്ന് ഒരു ഗോൾ അടി, കാരണം അവൻ യൂറോപ്പ ലീഗിൽ കുറേ ഗോളുകൾ അടിച്ചതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗോളെങ്കിലും അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നടന്നില്ല, ഇന്നും നടന്നില്ല. 2-3 ട്രൈ ചെയ്തിരുന്നു, നടക്കുന്നില്ല. ഒരു 80 മിനിറ്റ് വരെ അമോറിം അവൻ്റെ മാക്സിമം ഹോയ്ലൻഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 80 മിനിറ്റ് വരെ ഹോയ്ലൻഡിന് കൊടുത്തു, പക്ഷേ നടന്നില്ല. പിന്നെ സിറിക്സി വന്നു, സിറിക്സിയും എന്തൊക്കെയോ ആകെ 10 മിനിറ്റ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അറ്റ്ലീസ്റ്റ് നോക്കിയിരുന്നു. ഇന്നും നമ്മുടെ ഡിഫൻസ് എടുത്ത് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ ഒരു വാർപ്പിട്ടതുപോലെ അതുപോലെ തന്നെ ഉണ്ട്. ഡിഫൻസ് പൊളിഞ്ഞിട്ടില്ല, ഡിഫൻസ് അതുപോലെ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ഒരു കളി തന്നെ ദയവ് ചെയ്തിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോയാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തപ്പി ഈ ഒരു സീസൺ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഇനി ഒരു സ്ട്രൈക്കർ നിർബന്ധമാണ്. ഒരു സ്ട്രൈക്കറെ എങ്ങനെയെങ്കിലും ഒന്ന് സൈൻ ചെയ്തേ പറ്റുള്ളൂ. ഗർനാച്ചോൻ്റെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെൽസി വീണ്ടും ബിഡ് ഇടുകയാണ്, 100 മില്യണൊക്കെ തരും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം അവരിപ്പം ഫെലിക്സ് മിക്കവാറും ആസ്റ്റൺ വില്ലയിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്ലേസിലേക്ക് ഗർനാച്ചോനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. എത്രത്തോളം സത്യമാവും എന്താവും അറിയില്ല. ബട്ട് ലാസ്റ്റ് ഡേ നടക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലപോലെ പണിയുണ്ട്. കാരണം ഗർനാച്ചോന് ഒരു ബാക്കപ്പ് ഇല്ലാതെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് വെച്ചാൽ പാലും വെള്ളത്തിൽ. കാരണം ഇന്ന് ഗർനാച്ചോ നല്ല കളിയായിരുന്നു. അവൻ എല്ലാ കളിയും ഇങ്ങനെ കളിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് നമുക്ക് അവിടെ ഒരു പ്ലെയറിനെ നിർബന്ധമാണ്. പിന്നെ ഡൊർക്കുവിൻ്റെ മെഡിക്കലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ആ മലാഷിയൻ്റെ സ്ഥാനത്ത് ഡൊർക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ചും കൂടിയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബട്ട് ആസ് ബിഫോർ മാച്ചസൊക്കെ വെച്ച് നോക്കുമ്പം ഇന്ന് അവേ മാച്ച് പോയിട്ട് നല്ലപോലെ കളിച്ചിട്ടുണ്ട്. ഇത് തന്നെ തുടരാൻ പറ്റട്ടെ. ഞായറാഴ്ച നമുക്ക് അടുത്ത കളിയുമായിട്ട് കാണാം. ബൈ.